Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 24. രചനയും അവതരണവും രഘുദാസ് കാട്ടിങ്കൽ. 2 ദിവസമായി വീട്ടിൽ നീലവും കിങ്ങണിയുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വീടാകെ കലപില ശബ്ദങ്ങളാലും കുസൃതികളാലും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവർ വീട്ടിലുണ്ടായിരുന്ന 2 പകലിരവുകൾക്ക് വല്ലാത്തൊരു ജീവനുണ്ടായിരുന്നു. ഉത്സവം കഴിഞ്ഞവർ പോയപ്പോ ഉണ്ടായ നിശബ്ദത അമ്മയെ വല്ലാതെ വേട്ടയാടുന്നുണ്ടാകുമെന്നും അവരുടെ അസാന്നിധ്യം അമ്മയുടെ മനസ്സിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ടാകുമെന്നും കരുതിയതുകൊണ്ടാണ് അന്ന് ദേവൻ സ്റ്റേഷനിൽ നിന്നും നേരത്തെ ഇറങ്ങിയത്. രാജൻ ഓടിച്ചിരുന്ന ബൊലേറോ ആര്യകത്തെ ഗേറ്റ് കിടക്കുമ്പോൾ അതിനകത്തിരുന്നു കൊണ്ട് ദേവനൊന്ന് എത്തി നോക്കി. മുൻവശത്തെ വാതിൽ അടഞ്ഞു കിടപ്പുണ്ട്. ഗൗരി എത്തിക്കാണില്ല. ഉച്ചയ്ക്ക് സൊസൈറ്റിയിലേക്ക് വിളിച്ച് അവളോട് സംസാരിച്ചപ്പോ വൈകുന്നേരം ജാസ്മിനെയും കൂട്ടി മൊബൈൽ വാങ്ങാൻ ടൗണിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നത് അവൻ ഓർത്തു. കല്ലാട്ടെ വീടിന് മുന്നിൽ ബൊലേറോയിൽ നിന്നും ഇറങ്ങുമ്പോൾ അവളെ ഓർത്തുള്ള ഒരു ചെറു പുഞ്ചിരി ദേവന്റെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ വീടിന്റെ ഉമ്മർത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്ന അമ്മയുടെ മുഖം കണ്ടപ്പോ ആ ചിരി കെട്ടു. എന്തോ പന്തികേടുണ്ടെന്ന് ദേവന് മനസ്സിലായി. സാധാരണ കാണാറുള്ള ശാന്തതയില്ല ആ മുഖത്ത്. മറിച്ച് ഉള്ളിലിട്ട് അയവിറക്കുന്ന എന്തോ പ്രശ്നത്താൽ വീർത്തിരിക്കുന്നു കവിളുകൾ. എന്തു പറ്റി വിലാസിനിയമ്മേ? മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ? മോളും കൊച്ചുമോളും പോയതിന്റെ പരിവ് വന്നോ? ഒരു തമാശ രൂപേണയാണ് ദേവൻ ചോദിച്ചതെങ്കിലും വിലാസിനി അമ്മ പൊട്ടിത്തെറിക്കുകയായിരുന്നു. നീ എന്നെ കളിയാക്കുകയാണോ ദേവ? ഗൗരിയെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞതല്ലേ? എന്നിട്ട് നീ പിന്നെയും അവളുടെ പുറകെ തന്നെയല്ലേ? ഗൗരിയുടെ വല്യച്ഛനും വല്യമ്മയും കുത്തിവെച്ച വാക്കുകൾ വിലാസിനിയമ്മയുടെ ഉള്ളിൽ ആളിപ്പടരുകയായിരുന്നു. അമ്മയുടെ അസാധാരണമായ പെരുമാറ്റത്തിൽ ദേവനന്ദൻ കണ്ണുവിഴിച്ചു. എന്തേ, നിന്റെ നാക്കിറങ്ങിപ്പോയോ? ഉത്സവപ്പറമ്പില് മുഴുവൻ നീ അവളോടൊപ്പം നടക്കുകയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിനക്ക് നാണമില്ല നന്ദൂട്ടാ? ദേഷ്യം നിയന്ത്രിക്കാനാവതെ വിലാസിനിയമ്മ വിറച്ചു. സംയമനം പാലിക്കാൻ ശ്രമിച്ചിട്ടും ദേവന്റെ ഉള്ളിൽ ദേഷ്യം വിരച്ചു കയറി. ഇതൊക്കെ ആരാ അമ്മയോടൊന്ന് പറഞ്ഞത്? വേറെ ആരും അല്ല, അവളുടെ സ്വന്തം വല്യച്ഛനും വല്യമ്മയും തന്നെയാ ഇവിടെ വന്നത്. അവളുടെ ദോഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായില്ലല്ലോ. ഇപ്പതേ അവര് തന്നെ വന്ന അക്കാര്യം നേരിട്ട് പറഞ്ഞു. ഇനിയും നിനക്ക് സംശയമുണ്ട്, നീ പോയി ചോദിക്ക്. ക്ഷോഭം കൊണ്ട് അവർ കിതച്ചു. കണ്ണുകൾ അടച്ച് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ദേവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അവൻ ആ കസേരയ്ക്ക് മുന്നിൽ നിലത്തിരുന്ന് അമ്മയുടെ കൈകൾ എടുത്തു പിടിച്ചു. അമ്മേ, ദേഷ്യം കളഞ്ഞ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഗച്ചു എന്റെ മനസ്സിൽ കയറിക്കൂടിയത് ഇന്നോ ഇന്നലെ ഒന്നുമല്ല. ചെറുപ്പകാലം മുതൽ എന്റെ ശ്വാസത്തിലും ചിന്തയിലും അവൾ മാത്രമേ ഉള്ളൂ. അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ലമ്മേ. പക്ഷെ ഒന്നുണ്ട്, അമ്മയുടെ അനുഗ്രഹമില്ലാതെ ഈ കല്ലാട്ടേക്ക് ഞാൻ അവളെ കൊണ്ടുവരില്ല. അമ്മയുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും അമ്മയോട് അവൾക്കുണ്ട്. ആ കുട്ടിയാണോ അമ്മ ഇങ്ങനെ വെറുക്കുന്നത്? അവന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന സങ്കടം മനസ്സിലാക്കുവാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല വിലാസിനിയമ്മ. അവർക്ക് വലുത് സ്വന്തം മകന്റെ ജീവിതവും സുരക്ഷിതത്വവുമായിരുന്നു. ഈ ബന്ധം എങ്ങനെയും ഇല്ലാതാക്കണമെന്നുള്ള കണക്കുകൂട്ടലുകളോടെ ഇരിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ പ്രതീക്ഷയായിരുന്നു അവന്റെ മുഖത്ത്. പക്ഷെ സ്നേഹത്തിനും വാശിക്കുമിടയിൽ മകന്റെ ഹൃദയം ഉലയുന്നത് വിലാസിനിയമ്മ അറിഞ്ഞ ഭാവം നടിച്ചില്ല. ടൗണിൽ നിന്ന് മൊബൈലും പുതിയൊരു ഫിഷ് ടാങ്കും വാങ്ങി ഗൗരി ജാസ്മിനോടൊപ്പം ഷിബുവിന്റെ ഓട്ടോയിൽ ആര്യകത്തെ ഗേറ്റിന് മുന്നിൽ വന്നിറങ്ങുമ്പോൾ സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. പുതിയ ഫോൺ ദേവനെ കാണിക്കാനുള്ള ആവേശത്തിലായിരുന്നു അവൾ. പക്ഷെ വീടിന്റെ ഗേറ്റ് തുറന്നപ്പോ അവൾ കണ്ടത് വരാന്തയിലെ ആ പഴയ സ്റ്റൂളിൽ ഇരിക്കുന്ന ഒരാളെയാണ്. അപ്പച്ചിയുടെ ഭർത്താവ് ഹരിഹരൻ അമ്മാവൻ. പതിവില്ലാതെ അമ്മാവനെ അവിടെ കണ്ടതും ഗൗരിയുടെ നെറ്റി ചുളിഞ്ഞു. അമ്മമ്മയും ഏട്ടനുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തിരിഞ്ഞു നോക്കാതിരുന്ന ആളാണ്. ഇങ്ങേരെന്താ ഇവിടെ? അവൾ സ്വയം എന്നോണം ചോദിച്ചു. കൂടെ ഉണ്ടായിരുന്ന ജാസ്മിൻ പതിഞ്ഞ സ്വരത്തിൽ കളിയാക്കി. പതിവില്ലാത്ത വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ വെച്ചു. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ. ജാസ്മിൻ പോകാൻ തുനിഞ്ഞപ്പോ ഗൗരി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നിൽക്ക്, എന്തായി വരവിന്റെ ഉദ്ദേശം നോക്കാം. അതോടെ ജാസ്മിനും അവളുടെ കൂടെ വീടിന് നേർക്ക് നടന്നു.
ഫിഷ് ടാങ്ക് വരാന്തയിലേക്ക് വെച്ചിട്ട് ഓട്ടോയുടെ കാശും വാങ്ങി ഷിബു ഇറങ്ങി. സ്റ്റൂളിലിരിക്കുകയായിരുന്ന ഹരിഹരൻ ഗൗരിയെ നോക്കി ചിരിച്ചു. ആ ഇരിപ്പ് കണ്ട് ഗൗരിക്ക് അത്ഭുതം തോന്നി. പണ്ട് തറവാട്ടിൽ വെച്ച് കാണാറുള്ളപ്പോൾ ഉള്ള ഗാംഭീര്യമൊന്നും ഇപ്പോഴില്ല. മുഖത്തെ ചൈതന്യം കെട്ടുപോയിരിക്കുന്നു. കണ്ണുകൾ കുഴിഞ്ഞ് നരച്ച താടിയുമായി ആകെ തളർന്ന ഒരു രൂപം. ദുഃഖഭാരത്താൽ കുനിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് നിസ്സഹായത പ്രകടമായിരുന്നു. അമ്മാവനെന്താ പതിവില്ലാതെ? അവളുടെ സ്വരം തണുത്തതായിരുന്നു. അതിനൊരു പുഞ്ചിരി നൽകാൻ പോലും ആവാതെ അയാൾ ചോദിച്ചു, നീ എവിടെ പോയിരുന്നു മോളെ? ഞാൻ നമ്മുടെ സൊസൈറ്റിയിൽ ജോലിക്ക് കയറി അമ്മാവ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ടൗണിൽ പോയതാ. വാതിൽ തുറന്ന് അങ്ങേരെ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ അവൾ പറഞ്ഞു. അകത്തെ കസേരയിൽ ഇരിക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ ആ വീടിന്റെ ചുമരുകളിൽ പരതുകയായിരുന്നു. തങ്ങൾ പണ്ട് ആട്ടിപ്പായിച്ച ആ കുടുംബത്തിന്റെ ബാക്കി പത്രങ്ങളെ അയാൾ വേദനയോടെ നോക്കി. ഗൗരി അയാൾക്ക് തൊട്ടടുത്ത കസേരയിലേക്ക് ഇരുന്നു. ജാസ്മിൻ വാതിൽപ്പടിയിൽ ചാരി നിന്നതേയുള്ളൂ. ഇത് ജാഫറിന്റെ മോളല്ലേ? ജാസ്മിനെ നോക്കിയുള്ള ഹരിഹരന്റെ ചോദ്യത്തിന് ഗൗരി തലയാട്ടി. അമ്മാവനെന്താ വന്നെന്ന് പറഞ്ഞില്ല. അല്പനേരം കൂടി മിണ്ടാതിരുന്നിട്ട് ഒരു ഇടർച്ചയോടെ അയാൾ സംസാരിച്ചു തുടങ്ങി. തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം മോളെ. വൈശു അജൂട്ടനെ വിവാഹം കഴിച്ചപ്പോ ഒരച്ഛനെന്ന നിലയിൽ എനിക്കത് ക്ഷമിക്കാമായിരുന്നു. പക്ഷെ നിന്റെ അപ്പച്ചിയുടെ വാശി നിനക്കും അറിയാവുന്നതാണല്ലോ. അന്ന് അതിന് കൂട്ടു നിൽക്കുമ്പോ നഷ്ടങ്ങളെ ഉണ്ടാകൂ എന്ന് കരുതിയില്ല. വാക്കുകൾക്ക് ഇടവേള നൽകിക്കൊണ്ട് ഒരു ദീർഘനിശ്വാസം അയാളിൽ നിന്നും മുതിർന്നു വീണു. ഇന്ന് അജൂട്ടനില്ല. എന്റെ വൈശു എവിടെയാണെന്ന് പോലും അറിയില്ല. വിഷ്ണുട്ടൻ അജൂട്ടനെ കൊന്ന് ജയിലുമായി. എല്ലാം തകർന്നു മോളെ. എന്നിട്ടും അവളുടെ ഉള്ളിലെ അഹന്തയ്ക്ക് ഒരു കുറവുമില്ല. കണ്ണുകളിൽ ഊറിക്കൂടിയ നനവിനോടൊപ്പം അയാളുടെ വാക്കുകളും മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അമ്മാവന്റെ പശ്ചാത്താപം നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോഴും ഗൗരിയുടെ മുഖത്ത് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. ഉള്ളിലൊരു നേർത്ത വേദന തോന്നിയെങ്കിലും കഴിഞ്ഞുപോയ കാലത്തിന്റെ വിഴുപ്പലക്കാൻ താല്പര്യമില്ലാതെ, വികാരങ്ങളെ പുറത്തു കാണിക്കാതെ അവൾ ഒരു ശിലയെപ്പോലെ നിന്നു. ആ നിശബ്ദതയ്ക്ക് വല്ലാത്തൊരു കനമുണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്തിനാ ആ സജീവനെ ഇത്രത്തോളം പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്പനേരത്തിന് ശേഷം ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഹരിഹരൻ കാര്യം മനസ്സിലാവാതെ മുഖമുയർത്തി അവളെ നോക്കി. അർജുനേട്ടനെ കൊന്നത് വിഷ്ണുവേട്ടനല്ല, അത് സജീവനായിരുന്നു. ദേവേട്ടനാ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. എന്നിട്ട് അയാളെ പേടിച്ച് വിഷ്ണുവേട്ടൻ ആ കുറ്റം ഏറ്റെടുക്കുക. എന്തൊരു ഭോഷ്കാണിത്! ആ വാക്കുകൾ ഹരിഹരന്റെ ഉള്ളിൽ ഒരു പ്രഹരമേൽപ്പിച്ചു. തന്റെ ഭാര്യയും മകനും കൂടി ഈ വലിയ സത്യം തന്നിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ അയാളുടെ നെഞ്ചു പൊട്ടി. മകൻ വിഷ്ണു കുറ്റക്കാരനാണെന്ന് കരുതിയിരുന്ന അയാൾക്ക് സത്യം അതിനേക്കാൾ ഭീകരമായിരുന്നു. നീ ഇതെന്തായി പറയുന്നേ? സജീവന അജൂട്ടനെ കൊത്തിയതെന്നോ? അതെ അമ്മാവ, അമ്മാവനത് അറിയില്ലേ? സജീവന അത് ചെയ്തത്. കുറ്റമേറ്റില്ലേ, വൈശാഖിയുടെ ജീവനും അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞതുകൊണ്ടാ വിഷ്ണുവേട്ടൻ ആ കുറ്റം ഏറ്റെടുത്തത്. അപ്പോ വൈശു എവിടെയാണെന്ന് അവർക്കറിയാമോ? ആവേശത്തോടെയാണ് ഹരിഹരൻ അത് ചോദിച്ചത്. ഇല്ല, പക്ഷെ എവിടെയാണെങ്കിലും അവൾ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന വിഷ്ണുവേട്ടൻ കരുതിയതത്രേ. ഒരു മൂളലോടെ ഹരിഹരൻ വീണ്ടും തലകുനിച്ചു. അങ്ങേരുടെ ആ ഇരിപ്പിൽ അവൾക്ക് യാതൊരു സഹതാപവും തോന്നിയില്ല. അപ്പച്ചിയും വിഷ്ണുവേട്ടനും സത്യം അമ്മാവനോട് പറഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മാവന് ചായ എടുക്കട്ടെ? അവൾ ചോദിച്ചു. വേണ്ട മോളെ, വിശപ്പിനെ കിടത്തുന്ന വാർത്തകൾ കേൾക്കുമ്പോ പിന്നെ എങ്ങനെ ഭക്ഷണം ഇറങ്ങാനാ? അയാൾ എഴുന്നേറ്റു. പതിയെ പടി ഇറങ്ങിപ്പോകുന്ന ആ രൂപം നോക്കി ഗൗരി ജാസ്മിനോട് ചേർന്ന് നിന്നു. കാലം കരുതി വെച്ച തിരിച്ചടികൾ എല്ലാവരെയും തേടി വരുമെന്ന് അവൾ ഓർക്കുകയായിരുന്നു. ആ സജീവന്റെ കാര്യം പറയണ്ടായിരുന്നു കേട്ടോ. ജാസ്മിൻ പറഞ്ഞത് കേട്ട് ഗൗരി മുഖം ചുളിച്ച് അവളെ നോക്കി. അങ്ങേരിനി വീട്ടിൽ പോയി നിന്റെ അപ്പച്ചിയോട് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കട്ടേടി, അതിനുവേണ്ടി തന്നെയാ പറഞ്ഞത്. അച്ഛനെയും അമ്മയെയും ജീവിക്കാൻ അനുവദിക്കാതെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരാ എല്ലാവരും. ദേഷ്യത്തിന്റെ ലാഞ്ചനയുണ്ടായിരുന്ന വാക്കുകൾ ഒട്ടൊരു അത്ഭുതത്തോടെയാണ് ജാസ്മിൻ കേട്ടു നിന്നത്. ഗൗരി ഒരുപാട് മാറിപ്പോയിരിക്കുന്നു എന്ന് അവൾ ഓർത്തു. ഗിരിജൻ വെല്ലിച്ചന്റെ വീട് രാത്രിയുടെ നിശബ്ദതയിലായിരുന്നു എങ്കിലും
അരുണിന്റെയും ലക്ഷ്മിയുടെയും മുറിക്കുള്ളിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് തർക്കങ്ങൾ മുറുകുന്നുണ്ടായിരുന്നു. മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ ആഭരണങ്ങൾ അഴിച്ചുവെക്കുകയായിരുന്നു ലക്ഷ്മി. കണ്ണാടിയിലൂടെ അരുണിനെ നോക്കി അവൾ പറഞ്ഞു, അരുണേട്ടാ, അച്ഛനും അമ്മയൊന്നും ചെയ്തത് ഒട്ടും ശരിയായില്ല. ഗൗരിയുടെ കുറ്റം പറയാൻ വിലാസിനിയമ്മയുടെ അടുത്തേക്ക് അവർ പോകേണ്ട കാര്യം എന്തായിരുന്നു? സ്വന്തം കുടുംബത്തിലെ പെൺകുട്ടിയെക്കുറിച്ച് നാട്ടുകാർക്ക് മുന്നിൽ അപവാദം പറയുന്നതാണോ ഒരു വലിയ കുടുംബത്തിന് ചേരുന്നത്? കട്ടിലിൽ ചരിഞ്ഞു കിടന്ന് ഫോണിൽ നോക്കുകയായിരുന്ന അരുൺ ഒന്ന് നിശ്വസിച്ചു. നീ എന്തിനാ ലക്ഷ്മി വെറുതെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ നിൽക്കുന്നേ? അവർക്ക് തോന്നിയത് അവർ ചെയ്തു, അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളല്ലേ? യാതൊരു ഗൗരവമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന തന്റെ സ്വഭാവം അവൻ പുറത്തെടുത്തു. ലക്ഷ്മി തിരിഞ്ഞു നിന്ന് അരുണിന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി. ഇത് മറ്റുള്ളവരുടെ കാര്യമല്ല, നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാണ്. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ അവര് കളിക്കുന്നേ. അമ്മയുടെ സ്വഭാവം മാറണമെന്ന് നിങ്ങൾ എന്താ പറയാത്തത്? അതോടെ അരുൺ ഫോൺ മാറ്റിവെച്ച് എഴുന്നേറ്റിരുന്നു. നീ ഒന്ന് നിർത്ത്. അച്ഛനും അമ്മയും അങ്ങോട്ട് പോയത് അപ്പച്ചി പറഞ്ഞിട്ടാ. ഈ ദേവനെ എവിടെ നിന്നും എങ്ങനെയും ഓടിപ്പിക്കണമെന്ന് അപ്പച്ചിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മാത്രമാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ലക്ഷ്മിക്ക് അത് കേട്ടിട്ട് അത്ഭുതമാണ് തോന്നിയത്. അപ്പച്ചി പറഞ്ഞിട്ടോ? ദേവേട്ടനെ എവിടെ നിന്നും ഓടിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? അതൊക്കെ ഉണ്ട് ലക്ഷ്മി, അരുൺ മെല്ലെ പറഞ്ഞു. ദേവൻ ഇവിടെ നിന്നാലേ വിഷ്ണുവിന്റെ ശിക്ഷാ കാലാവധി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന നീക്കങ്ങൾക്ക് അവൻ തടസ്സമാകും. സജീവനും രാജേന്ദ്രനങ്ങളും ഇക്കാര്യം അപ്പച്ചോട് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു പുറത്തിറങ്ങണമെങ്കിലേ ദേവനെ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. അരുണിന്റെ ഈ വെളിപ്പെടുത്തൽ ലക്ഷ്മിയെ കൂടുതൽ പ്രകോപിതയാക്കി. അതിന് ഗൗരിയെക്കുറിച്ച് എന്തിനാ മോശമായിട്ട് പറയുന്നതെന്ന്? ഈ ദേവനെ ഗൗരിയോട് പണ്ടേ ഒരു ഇഷ്ടമുണ്ട്. അവളെ കിട്ടില്ല എന്ന് വന്നാലേ ദേവൻ സ്വയം ഇവിടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. കഷ്ടം. എന്തൊക്കെയാ അരുണേട്ടാ നിങ്ങളുടെ വീട്ടുകാരിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ? അപ്പച്ചിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ അവരുടെ വെറും അടവാ. അതിന് അച്ഛനെയും അമ്മയും കരിവാക്കുന്നത് എന്തിനാ? ദേ, നീ എന്റെ അപ്പച്ചിയെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, അരുൺ ശബ്ദമുയർത്തി. അല്പം പോലും കുലുങ്ങാതെ ലക്ഷ്മി അവനെ നേരിട്ടു. ശബ്ദമുയർത്തി എന്നെ നിശബ്ദയാക്കാന്ന് അരുണേട്ടൻ കരുതണ്ട. അപ്പച്ചിയുടെ സജീവന്റെയും താളത്തിനടുത്ത് തുള്ളുന്നത് നിർത്തണം, മനസ്സിലായോ? സ്വന്തം മകളെ കാണാതായിട്ടോ അർജുനെ കൊന്ന കേസിൽ വിഷ്ണുവേട്ടൻ ജയിലിലായിട്ടോ പോലും യാതൊരു സങ്കടവും ഇല്ലാതെയാ അപ്പച്ചി പെരുമാറുന്നത്. അങ്ങനെയുള്ള അപ്പച്ചിക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന അച്ഛനെയും അമ്മയും തിരുത്താൻ ശേഷിയില്ലാത്ത അരുണേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ലക്ഷ്മിയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ അരുൺ നിശബ്ദനായി പോയി. ഭുവനേന്ദ്രൻ മുതലാളിയുടെ ഒരേ ഒരു മകളായ ലക്ഷ്മി എടുത്താൽ പൊങ്ങാത്ത സ്വത്തിനുടമയാണ്. അതിന്റെ ഒരു ധൈര്യം അവളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും എപ്പോഴുമുണ്ട്. അരുണിനെ അവൾ അനുസരിക്കാറുണ്ടെങ്കിലും അച്ഛന്റെയും അമ്മയുടെയും ആർത്തിയും അപ്പച്ചിയുടെ കുരുട്ടുബുദ്ധിയും വന്നു കയറിയ കാലം തൊട്ടേ അവൾക്ക് പിടിക്കാത്ത സ്വഭാവങ്ങളാണ്. അവളോട് മറുപടി പറയാൻ താല്പര്യമില്ലാതെ അവൻ പുതപ്പ് വലിച്ച് തലവഴി മൂടിക്കൊണ്ട് മകന്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. ഗൗരിയെ കണ്ട് നേരിട്ട് സംസാരിക്കണമെന്ന തീരുമാനത്തോടെയായിരുന്നു ലക്ഷ്മി മുറിയിലെ ലൈറ്റ് അണച്ചത്. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.